അപ്പോൾ സാറ് മഴയെ ആസ്വദിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ ഇന്ത്യ ഗേറ്റിലോട്ടുള്ള പോകാനുള്ള വഴിയിലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അവിടെ വരെ എത്താൻ പറ്റിയില്ല, ഭയങ്കര മഴ. അതുകൊണ്ട് ഞങ്ങളിവിടെ ഇത് പാർക്കിംഗ് എന്ന് എഴുതി വെച്ചിരുന്ന ബോർഡിൻ്റെ താഴെ പാർക്ക് ചെയ്ത് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ മഴ പുണ്ണി ലിപ്സ് കൂടെയൊക്കെ ആയിട്ട് ആസ്വദിക്കുകയാണ്. മഴ കുറഞ്ഞു, സമയമുണ്ടായി 12 ആയതേ ഉള്ളൂ. കാരണം ഞങ്ങളുടെ ഇന്ത്യ ഗേറ്റ് പോകുമ്പോൾ മുടങ്ങി വായിക്കൊണ്ട വിട്ടിരിക്കുകയാണ്. വിശന്നിട്ട് നമ്മളിനി കേരള ഹൗസ് പോകാമെന്ന് വിചാരിക്കുന്നു. ഡൽഹിയിലെ കേരള ഹൗസ് അവിടെ 12:30 തുറക്കത്തുള്ളൂ. രാവിലെ 10 വരെ ഉള്ളൂ. 8 തൊട്ട് 10 വരെ ഉള്ളൂ. അതെ, ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ചെന്നിട്ട് പറയാം. അപ്പോൾ അവിടെയോട്ടുള്ള സമയം ആകാനായിട്ട് ഇനി വെയിറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. കാരണം ഇനിയിപ്പോൾ ഇന്ത്യ ഗേറ്റ് പോകാൻ പറ്റത്തില്ല, മഴയായി ഭയങ്കര. ഇപ്പം കുറഞ്ഞതേ ഉള്ളൂ. അതെ, കഴിച്ചിട്ട് അവസ്ഥയൊക്കെ അനുസരിച്ച് നമുക്ക് നോക്കാം. അതല്ല, ഇപ്പൊ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു ഇന്ത്യ ഗേറ്റ് വെച്ചാ. അവിടെ പോകാൻ സമയമായില്ലേ, 12 കാലായി. പോയി കഴിച്ചിട്ട് പോവാം. അറിയത്തില്ലേ, ബാക്കി മറന്നുപോയി. ബ്ലോഗർ വിജ്ഞാൻ ഭവനായിരുന്നു. വിജ്ഞാൻ ഭവൻ നമ്മളിനി കേരള ഹൗസിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. വെള്ളമായി, മഴ പെയ്തിട്ട് നല്ല മഴയാണ്. ഇവിടുന്ന് കാണത്തില്ല. അവിടുന്ന് വരുമ്പോൾ പാർക്കിംഗ് കാണത്തുള്ളൂ കേട്ടോ. അതാ നമ്മൾ കാണാത്ത. ഇത് നാഷണൽ ആർച്ചീവ്സിൻ്റെ അടുത്താണ് കേട്ടോ. നാഷണൽ ആർച്ചീവ്സ്. അതറിയത്തില്ല.
ഭാഗ്യം ഉണ്ടോയെന്ന് അറിയത്തില്ല. ഡൽഹിയിലെ ജന്തർ മന്ദറിലുള്ള കേരള ഹൗസിലെ സമൃദ്ധി ക്യാൻറ്റീൻ കേരള വിഭവങ്ങൾക്ക് പേരുകേട്ടതാണ്. ഇവിടെ ന്യായമായ നിരക്കിൽ നാടൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്നതിനാൽ വലിയ തിരക്കുള്ള സ്ഥലമാണ്. ഡൽഹിയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10-15 വർഷമാവുന്നു. അതിനിടയ്ക്ക് വന്ന അന്ന് തൊട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു കേരള ഹൗസിൽ പോകണം. ഒരിക്കലെങ്കിലും അവിടെ നിന്ന് കാണണം, കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോഴാണെന്ന് യാഥാർത്ഥ്യമായത് അവിടെ നിന്ന് പോയി കണ്ടത്. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലല്ലായിരുന്നു കേട്ടോ കേരള ഹൗസ്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഒരു വളരെ മിതമായ രീതിയിൽ കിട്ടുന്നതുകൊണ്ടായിരിക്കും അന്ന് അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒന്നും അന്നേരം ഉണ്ടായിരുന്നില്ല. ഫുഡിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ആയിരുന്നു. വരാൻ ആഗ്രഹിക്കുന്നവർക്ക് പോയി ഫുഡ് കഴിക്കാം. നമ്മുടെ നാടൻ ഫുഡ് ഇച്ചിരി ഇടിയൊക്കെ ഉണ്ടാക്കി പോയിരുന്ന് കഴിക്കുന്നതിൻ്റെ സുഖവും ഒന്ന് വേറെ തന്നെ. പിന്നെ നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ സെൻട്രൽ സെക്രട്ടേറിയറ്റ് ആണ്. അവിടുന്ന് വളരെ അടുത്താണ്. ഉറക്കം വരുന്നുണ്ടോ? കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ട്. വയറ് ഫുള്ളാക്കി. കേരള ഹൗസിൽ നിന്ന് ബിരിയാണി കഴിച്ചു വെച്ചു, ചിക്കൻ ബിരിയാണി. അപ്പം ഇനി നമുക്ക് ഇന്ത്യ ഗേറ്റിലെ കാഴ്ചകളുമായി